അവന്റെ അസ്തിത്വത്തെക്കുറിച്ച് പഠിക്കുവാൻ നമുക്ക് കഴിയില്ല. ആ സ്രഷ്ടാവിന് ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം എന്ന് നമ്മൾ പറയുന്നത് അതിനാൽ തന്നെ ശുദ്ധ അസംബന്ധമാണ്. പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് നമ്മുടെ അന്വേഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു നിവൃത്തിയുമില്ല. ആ അസ്തിത്വത്തെക്കുറിച്ച് അവന്റെ വെളിപാടുകളിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാകൂ. അവന്റെ വെളിപാടുകളിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാകൂ. ആ വെളിപാടുകളിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായി അവനെക്കുറിച്ച് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ മാത്രമാണ് മനുഷ്യന് സാധിക്കുക. അവിടെ പ്രപഞ്ചാതീതനായ സ്രഷ്ടാവിന് തുടക്കമില്ല എന്നും അവൻ അനാദിയാണ് എന്നും അവൻ സ്രഷ്ടാവല്ല എന്നും അവൻ സ്രഷ്ടാവാണ് എന്നും സൃഷ്ടിയല്ല എന്നും അവനെ ഒരാളും പടച്ചതല്ല എന്നും അവൻ ഇല്ലാത്ത ഒരവസ്ഥ കടന്നുപോയിട്ടില്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അവനിൽ നിന്നുള്ള വെളിപാടുകൾ വഴിയാണ്. ആ വെളിപാടുകൾ സ്വീകരിക്കുവാനല്ലാതെ നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും പ്രപഞ്ചത്തിന് പുറത്തേക്ക് നടത്തിക്കൊണ്ടുപോകാൻ നമുക്കൊരിക്കലും കഴിയില്ല. ഇതാണ് യുക്തിപരമായ നിലപാട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു യുക്തിവാദിക്ക് ഈ നിലപാടിനെ യുക്തിപരമായി ഖണ്ഡിക്കുവാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. എന്റെ നിലപാട് വളരെ കൃത്യമാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുവാൻ എനിക്ക് കഴിയും. ഞാൻ പഠിക്കുന്നു. ആ പഠനം പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവ് ആവശ്യമാണ് എന്ന വസ്തുതയിലേക്ക് എന്നെ നയിക്കുന്നു. ആ സ്രഷ്ടാവാകട്ടെ പ്രപഞ്ചാതീതനായ തീരൂ. പ്രപഞ്ചാതീതനായ ഒരു സ്രഷ്ടാവിനെ കുറിച്ച് പഠിക്കുവാൻ എന്റെ തലച്ചോറിന് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ആ സ്രഷ്ടാവിൽ നിന്നുള്ള വെളിപാടുകളെ, അവനെക്കുറിച്ചുള്ള അറിവുകൾ കരസ്ഥമാക്കാൻ ഞാൻ ആശ്രയിക്കുന്നു. ആ വെളിപാടുകൾ എന്നോട് പറയുന്നു പ്രപഞ്ച സ്രഷ്ടാവ് അനാദിയാണ്, അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല എന്ന്. അവിടെ ആ വെളിപാടുകൾ, അവനിൽ നിന്നുള്ള വെളിപാടുകൾ സ്വീകരിക്കുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ യുക്തിയുടെയും ബുദ്ധിയുടെയും താല്പര്യം എന്നുള്ളതാണ് സത്യം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്രഷ്ടാവിൽ നിന്ന് വെളിപാടുകൾ സ്വീകരിച്ച വ്യക്തി. സ്രഷ്ടാവിന്റെ സത്തയെ സംബന്ധിച്ച്, അസ്തിത്വത്തെ സംബന്ധിച്ച് സ്രഷ്ടാവിൽ നിന്നുള്ള വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളോട് സംസാരിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ സമകാലികരായ ചില വ്യക്തികൾ കടന്നു വന്നുകൊണ്ട് ഇതേ ചോദ്യം ഉന്നയിച്ചിരുന്നു, ആരാണ് സ്രഷ്ടാവിനെ പടച്ചത് എന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമായി പ്രപഞ്ച സ്രഷ്ടാവിൽ നിന്നുള്ള വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അവിടെ ഖുർആനിലെ വചനങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്: ഖുൽ ഹുവല്ലാഹു അഹദ്. നിന്നോട് അവർ സ്രഷ്ടാവിനെ കുറിച്ച് ചോദിക്കുന്നു, പ്രപഞ്ചനാഥനെ കുറിച്ച് ചോദിക്കുന്നു, നീ പറഞ്ഞേക്കുക അവൻ ഏകനും അദ്വിതീയനുമാണ്. അവൻ സമ്പൂർണാർത്ഥത്തിൽ ഏകനും അദ്വിതീയനുമാണ്. അല്ലാഹു സമദ്. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും അവനെ ആശ്രയിക്കുന്നു, അവനാകട്ടെ യാതൊന്നിനെയും ആശ്രയിക്കുന്നില്ല. ലം യലിദ്. അവനൊരു പിന്തുടർച്ചക്കാരനില്ല. വലം യൂലദ്. അവന് ജന്മം നൽകിയവനുമില്ല. അവന് പിതാവുമല്ല പുത്രനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായി യാതൊന്നുമില്ല, അവനെ പോലെ യാതൊന്നുമില്ല. ഇവിടെ ഇതേ ചോദ്യം ഉന്നയിച്ച ആളുകൾക്കുള്ള മറുപടിയായി പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ പടച്ച തമ്പുരാന്റെ പ്രവാചകൻ ഓതിക്കേൾപ്പിക്കുന്നത് അവരുടെ മനസ്സിലുള്ള താരതമ്യത്തിന്റെ എല്ലാ കെട്ടുകളെയും പൊട്ടിക്കാനാണ്. മുന്നിലുള്ള വസ്തുക്കളുമായി പ്രപഞ്ച സ്രഷ്ടാവിനെ താരതമ്യം ചെയ്തുകൊണ്ട് കടന്നു വന്ന ആളുകളോട് പ്രപഞ്ചത്തിലെ വസ്തുക്കളുമായി യാതൊരു താരതമ്യവുമില്ലാത്ത, സമ്പൂർണാർത്ഥത്തിൽ ഏകനും അദ്വിതീയനുമായ, സമശീർഷരില്ലാത്ത പ്രപഞ്ചാതീതനായ ഒരു അസ്തിത്വമാണ് അള്ളാഹു എന്ന് വ്യക്തമാക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അവിടെ പ്രപഞ്ചത്തിലെ വസ്തുക്കളുമായി യാതൊരു താരതമ്യവുമില്ല പ്രപഞ്ച സ്രഷ്ടാവിന് എന്ന് പറയാൻ പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് സുന്ദരമായൊരു പ്രസ്താവനയോടുകൂടിയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. നിങ്ങൾ അറിയണം, പ്രപഞ്ചനാഥൻ ഏകനാണ്. പ്രപഞ്ചനാഥൻ ഏകനാണ്. നിങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് പ്രപഞ്ചനാഥനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ച് പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവ് ആവശ്യമുണ്ട് എന്ന് പറയാനല്ലാതെ ആ സ്രഷ്ടാവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ട്? പ്രപഞ്ചനാഥൻ ഏകനാണ്. നിങ്ങൾ പഠിക്കുന്ന വസ്തുക്കളൊന്നും ഏകമല്ലതാനും. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് ആ കാര്യം. നിങ്ങളുടെ പഠനത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്ന ഒന്നും ഏകമല്ല. സമ്പൂർണാർത്ഥത്തിൽ ഏകമായ ഒരു അസ്തിത്വത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടേയില്ല. പ്രപഞ്ച സ്രഷ്ടാവ്, അവനൊരു സ്രഷ്ടാവ് ആവശ്യമില്ല, അവൻ എന്നുമുള്ളവനാണ്. എന്തുകൊണ്ട്? നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയാത്തത്രയും പരിശുദ്ധമായ തരത്തിലുള്ള ഏകത്വമാണ് അവൻ്റേത്. നമ്മൾ ഭൂമിയിലുള്ള ഏത് വസ്തുവിനും പഠിച്ചു നോക്കുക, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം പദാർത്ഥം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങളെ കൊണ്ടാണ്. ആറ്റത്തിനകത്തുള്ളത് ഇലക്ട്രോണും പ്രോട്ടോണുമാണ്. ഈ പ്രോട്ടോണുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം
ഇലക്ട്രോണും പ്രോട്ടോണുമാണ് ആറ്റത്തിനകത്ത് അണുവിനകത്തെ അടിസ്ഥാന കണങ്ങൾ എന്ന് നമ്മൾ പറയും. ആ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും അവസ്ഥ എന്താണ്? ആ ഇലക്ട്രോൺ ഒരേ സമയം തരംഗമാണ്, അതേസമയം കണികയുമാണ്. ദ്വൈതഭാവം എന്നാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുക. ഇലക്ട്രോണിന് പോലും യഥാർത്ഥത്തിൽ ഒരു ഏകത്വമില്ല. അവിടെ ഇലക്ട്രോൺ രണ്ട് ഇണകളായി നിലനിൽക്കുന്ന രണ്ട് അവസ്ഥകളിലാണ് ഇലക്ട്രോൺ പോലും നിലനിൽക്കുന്നത്. വളരെ സൂക്ഷ്മമെന്ന് നമ്മൾ പറയുന്ന അടിസ്ഥാന കണങ്ങൾ പോലും ഏകത്വത്തിന്റെ അവസ്ഥയിലല്ല, ബഹുത്വത്തിന്റെ അവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. ഇതേപോലെ പ്രോട്ടോണിനെ വിഘടിപ്പിക്കുവാൻ കഴിയും എന്ന് നമുക്കറിയാം. ആ പ്രോട്ടോണിനെ വിഘടിപ്പിച്ചാൽ കോർക്കുകളും ആന്റി കോർക്കുകളും ലഭിക്കുമെന്ന് നമുക്കറിയാം. വളരെ അടിസ്ഥാനപരമായ തലത്തിലേക്ക് പോയാൽ പോലും കണികകൾ വേർപിരിയുന്നതായി, ഇണകളായി നിലനിൽക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിനർത്ഥം ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ അണുക്കളിലുമുള്ള മുഴുവൻ ആറ്റങ്ങൾക്കും അകത്തുള്ള അടിസ്ഥാന സൂക്ഷ്മ കണങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഏകമല്ല. ഒരു ഇലക്ട്രോണിന് ഏകത്വത്തിന്റെ അവസ്ഥയല്ല ഉള്ളത്, ഒരു പ്രോട്ടോണിന് ഏകത്വത്തിന്റെ അവസ്ഥയല്ല ഉള്ളത്. ആ പ്രോട്ടോണിനകത്തുള്ള അടിസ്ഥാന കണങ്ങൾ യഥാർത്ഥത്തിൽ ഇണകളായി നിലനിൽക്കുന്ന, പരസ്പര പാരസ്പര്യത്തിലും ആശ്രിതത്വത്തിലും നിലനിൽക്കുന്ന ഘടകങ്ങളും കണികകളുമാണ് യഥാർത്ഥത്തിൽ അവിടെയെല്ലാം ഉള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളെ വായിച്ചാൽ പോലും അവിടെയെല്ലാം ഇണകളാണ്, അവിടെയെല്ലാം ബഹുത്വമാണ്, അവിടെയെല്ലാം മൾട്ടിപ്ലിസിറ്റിയാണ്. അവിടെ സൃഷ്ടി എന്ന് പറയുന്ന പ്രക്രിയ യഥാർത്ഥത്തിൽ ഈ ഇണകളെ കൂട്ടിയോജിപ്പിക്കൽ കൂടിയാണ്. ഇവിടെ പദാർത്ഥത്തിനകത്തുള്ള അടിസ്ഥാന സൂക്ഷ്മ കണങ്ങളെ പരസ്പരം ഇണകളായി വിളക്കി ചേർക്കുന്ന പ്രക്രിയ കൂടിയാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സിന്തസിസ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ തന്നെ സൂചിപ്പിക്കുന്നത്. എന്നാൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട വചനത്തിലൂടെ അവന്റെ അസ്തിത്വത്തെക്കുറിച്ച് ഒന്നാമതായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം, അവൻ സമ്പൂർണാർത്ഥത്തിൽ ഏകനാണ്. ആ ഏകത്വത്തിൽ ബഹുത്വത്തിൻ്റെതായ വിളക്കിച്ചേർക്കപ്പെടേണ്ടതായ അംശങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ്. ചുരുക്കത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയൂ. ആ പഠനം നമ്മളെ സ്രഷ്ടാവിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. സ്രഷ്ടാവിനെ കുറിച്ച് നമ്മുടെ പഠനം കൊണ്ട് നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അതിന് വെളിപാടുകളെ ആശ്രയിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ആ വെളിപാടുകൾ പ്രപഞ്ചത്തിലെ വസ്തുക്കളുമായി യാതൊരു താരതമ്യവുമില്ലാത്ത സമ്പൂർണമായ അർത്ഥത്തിൽ ഏകത്വമുള്ള ഒരു അസ്തിത്വമാണ് അള്ളാഹുവിൻ്റെതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വെളിപാടുകളെ അതേപോലെ സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ യുക്തിയുടെയും ബുദ്ധിയുടെയും താല്പര്യം. മറ്റേത് കേവലമായ സത്യസന്ധമല്ലാത്തൊരു കുതർക്കം മാത്രമാണ് എന്നതാണ് വസ്തുത. അസ്സലാമു അലൈക്കും. ലോകത്തിലെ എല്ലാ വിഭാഗക്കാരും സത്യവാദികളാണ്, ഞങ്ങളാണ് പറയുന്നത് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നതും ക്ഷണിക്കുന്നതും. എന്നാൽ സത്യത്തിന്റെ അർത്ഥവും അധിക പേരും പറഞ്ഞു തരുന്നുമില്ല. സത്യത്തിന്റെ അർത്ഥവും അതിന്റെ വിവക്ഷ, നിർവചനം, സത്യം എങ്ങനെയാണ് തിരിച്ചറിയുക എന്നതും പറഞ്ഞു തന്നാൽ വളരെ നല്ലത്. സഹോദരന്റെ ചോദ്യം, ലോകത്തിലെ എല്ലാ ആളുകളും ഞങ്ങൾ സത്യത്തിന്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. എന്നാൽ എന്താണ് സത്യത്തിന്റെ അർത്ഥം, വിവക്ഷ, യഥാർത്ഥത്തിൽ സത്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ലോകത്ത് ഒരുപാട് കക്ഷികൾ, ഒരുപാട് മതവിഭാഗങ്ങൾ, മതമില്ലാത്ത ആളുകൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളെ നമുക്ക് ഏത് സമൂഹത്തെ പരിശോധിച്ചു നോക്കിയാലും നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതിലെ ഏത് ആളുകളെ പരിശോധിച്ചു നോക്കിയാലും അവരൊക്കെ അവകാശപ്പെടുന്നത് ഞങ്ങളാണ് സത്യത്തിന്റെ ആളുകൾ, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യം, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ്. ഇത് ഈ ഒരു മതത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു കടയിലേക്ക് ഒരു സോപ്പ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ആ വസ്തുവിനെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ ഒരേ വസ്തു തന്നെ, ഒരേ സാധനം തന്നെ വ്യത്യസ്ത കമ്പനികൾ ഇറക്കിയതാണെങ്കിൽ ഓരോ കമ്പനിക്കാരും പറയാം ഞങ്ങൾ ഇറക്കിയ ഉൽപ്പന്നം, ഞങ്ങളുടെ ഉൽപ്പന്നം അതാണ് യഥാർത്ഥത്തിലുള്ള ക്വാളിറ്റി ഉള്ളത്,
അതാണ് അതിലാണ് എല്ലാ മൂലകങ്ങളും ഉള്ളത്, അതിലാണ് എല്ലാ ഘടകങ്ങളും ഉള്ളത്, അതാണ് ശരീരത്തിന് നല്ലത് എന്ന് പരിചയപ്പെടുത്താനാണ് ഓരോരുത്തരും ശ്രമിക്കാറുള്ളത്. ഇവിടെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തെരഞ്ഞെടുക്കാൻ എല്ലാവരും പറയാണ് ഞങ്ങളുടെ ഉൽപ്പന്നമാണ് നല്ലത് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു ഉൽപ്പന്നവും വേണ്ട, ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരാറുണ്ടോ? ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആളുകളോട് അഭിപ്രായം ചോദിക്കും, ഏത് കോഴ്സാണ് ഇനി നല്ലത്? ഓരോരുത്തർ ഓരോ കോഴ്സിനെ കുറിച്ച് പറയും, ഓരോ ഡിഗ്രിയെ കുറിച്ച് പറയും, അത് ഉണ്ടായാലുള്ള നേട്ടങ്ങളെ കുറിച്ച് പറയും. ഒരു രക്ഷിതാവ് വിചാരിക്കാണ് എല്ലാ ആളുകളും, ഞാൻ 10 ആളോട് ചോദിച്ചു, 10 ആളും 10 തരത്തിലുള്ള കോഴ്സുകളാ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ എന്റെ മോനെ ഇനി ഒരു സ്ഥലത്തേക്കും പഠിപ്പിക്കാൻ വിടുന്നില്ല എന്ന് ആരെങ്കിലും തീരുമാനിക്കാറുണ്ടോ? അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം എന്താണ്? അവിടെ നമ്മുടെ ചിന്ത എന്തായിരിക്കും? അതേ തീരുമാനങ്ങളും അതേ അന്വേഷണവുമാണ് ഈ വിഷയത്തിലും സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഉണ്ടാകേണ്ടത്. നമ്മളവിടെ ഒരു കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ആ കോഴ്സിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിക്കും. അതുകൊണ്ട് അവസാനം എവിടെ എത്തിച്ചേരും എന്നുള്ളത് നമ്മൾ അന്വേഷിക്കും. അത് അന്വേഷിച്ച് അതിൽ തൃപ്തികരമായ മറുപടി ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ വിടാൻ ശ്രമിക്കും. ഇവിടെ സത്യത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ അവർ ഓരോരുത്തരെയും അവർ പറയുന്ന സത്യം എന്താണ് എന്നും ആ സത്യത്തിലേക്ക് അവർ ക്ഷണിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന മാർഗം എന്താണ് എന്നും ആ സത്യത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവസാനം എത്തിച്ചേരുന്നത് എവിടേക്കാണ് എന്നത് കൃത്യമായി അവർ പറയുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കാൻ ശ്രദ്ധിക്കും. ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവസാന കാലഘട്ടം എത്തുമ്പോൾ ഓരോരുത്തരും വ്യത്യസ്ത കക്ഷികളായി പിരിയും. ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ 72 കക്ഷികളായതുപോലെ 71ഉം 72ഉം 73ഉം കക്ഷികളായി ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വ്യത്യസ്ത കക്ഷികളായി പിരിയുക തന്നെ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സത്യം മനസ്സിലാക്കാൻ ഏത് മാനദണ്ഡം നമ്മൾ ഉപയോഗിക്കണം? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്. ഓരോരുത്തരും വ്യത്യസ്ത സത്യങ്ങളുമായി വ്യത്യസ്ത മാർഗങ്ങളുമായി നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ എന്റെ കാലഘട്ടത്തിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ നിങ്ങൾ അവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾ കാണും, തീർച്ചയായും നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ചര്യയുണ്ട്. ഖുലഫാഉർ റാഷിദുകൾ, ഖലീഫമാർ, എനിക്ക് ശേഷം വന്ന ഖലീഫമാർ, അവർ കാണിച്ചു തന്ന എന്റെ ചര്യയുണ്ട്. ആ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കുക. അത് നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത രൂപത്തിൽ തന്നെ, ഒരാൾക്കും വ്യതിചലിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ ആ ചര്യയെ നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക. ഇതാണ് അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അഥവാ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആ കാലഘട്ടത്തിൽ എന്താണ് സത്യമെന്ന്, എന്താണ് ധർമ്മമെന്ന്, എന്താണ് നീതിയെന്ന്, എന്താണ് അനീതിയെന്ന്, എന്താണ് അസത്യമെന്ന്, അധർമ്മമെന്ന് കൃത്യമായി പഠിപ്പിക്കുവാൻ ആ കാലഘട്ടങ്ങളിലൊക്കെ വന്നത് പ്രവാചകന്മാരാണ്. വ്യക്തിപരമായി ഓരോരുത്തരും സത്യത്തെ അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്ത ആളുകളുണ്ട്. അവർ കണ്ടെത്തിയ സത്യങ്ങളൊക്കെ അവസാനം അത് അസത്യമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ടി വന്നിട്ടുണ്ട്. ഈ ലോകത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്വകാര്യ സ്വത്താണ് എന്നും അതുകൊണ്ട് സ്വകാര്യ സ്വത്തിനെതിരെ പോരാടുവാൻ വേണ്ടി ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ സ്വകാര്യ സ്വത്തിനെതിരെ പോരാടിയ കമ്മ്യൂണിസം, അവസാനം കമ്മ്യൂണിസത്തിന് വേണ്ടി പ്രവർത്തിച്ച ലെക്വലേസയെ പോലുള്ള ആളുകൾ പറഞ്ഞത്, കമ്മ്യൂണിസം അധികാരത്തിലേറുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിലേറ്റു, നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം തരാം, നിങ്ങൾക്ക് ഞങ്ങൾ വസ്ത്രം തരാം, നിങ്ങൾക്ക് ഞങ്ങൾ പാർപ്പിടം നൽകാം എന്നായിരുന്നു. അവർ അധികാരത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം ലഭിച്ചില്ല, ഞങ്ങൾക്ക് വസ്ത്രം ലഭിച്ചില്ല, ഞങ്ങൾക്ക് പാർപ്പിടം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ഭക്ഷണം തരൂ, ഞങ്ങൾക്ക് പാർപ്പിടം തരൂ, ഞങ്ങൾക്ക് വസ്ത്രം തരൂ എന്ന് ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് ഒരു കാലഘട്ടത്തിൽ പിന്നീട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന രംഗം നമുക്ക് പിന്നീട് കാണാൻ കഴിയുകയാണ്.
അഥവാ ആദ്യം അവതരിപ്പിച്ച സത്യം, ആ സത്യം തെറ്റാണ് എന്ന് അതിന്റെ അനുയായികൾ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്ന രംഗം. ഇത് തന്നെയല്ലേ ഹ്യൂമനിസത്തിന്, മാനവികവാദം എന്ന് ഓമന പേരിട്ടുകൊണ്ട് രംഗത്ത് വന്ന ഹ്യൂമനിസ്റ്റുകൾക്ക് സംഭവിച്ചത്? ഇത് തന്നെയല്ലേ ഇവിടെയുണ്ടായ ഓരോ സംഘടിത ശക്തിയായി ഈ കേരളത്തിൽ നിന്നല്ല ലോകത്ത് വന്ന വ്യത്യസ്തങ്ങളായ കക്ഷികൾ അവർ ഉയർത്തിപ്പിടിച്ചതാണ് സത്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന ആളുകൾക്കൊക്കെ, എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന വിഭാഗങ്ങൾക്കൊക്കെ സംഭവിച്ചത് ഇത്തരം പരാജയങ്ങളായിരുന്നു. കാരണം അവർ വിശദീകരിച്ച സത്യം, അവർ അന്വേഷിച്ച സത്യം, അവർ ലോകത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ച സത്യം ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അവതരിപ്പിച്ച സത്യത്തിന് ഭിന്നമായ, വിരുദ്ധമായ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് യഥാർത്ഥ സത്യമായിരുന്നില്ല. ആ യഥാർത്ഥ സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുവാൻ വേണ്ടി ലോകത്തിലേക്ക് പ്രവാചകന്മാർ വന്നു. അവർ പറഞ്ഞതാണ് സത്യമെന്ന് ലോകത്ത് ഇന്നും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ പഠിപ്പിച്ച, അവർ പ്രചരിപ്പിച്ച സത്യങ്ങളിലെ, സത്യവാചകങ്ങളിൽ ഏതെങ്കിലും ഒരു വചനമെങ്കിലും അസത്യമാണെന്ന്, അസത്യത്തിന്റെ കലർപ്പ് പുലർന്നതാണ് എന്ന് പറയുവാൻ ഇന്ന് വരെ എന്നല്ല ലോകാവസാനം വരെ ഒരാൾക്കും കഴിയാത്ത രൂപത്തിൽ ഇന്നും നിലനിൽക്കുകയാണ് ആ സത്യങ്ങൾ. അതുകൊണ്ട് തന്നെ സത്യം എന്നത് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സത്യമതം, അല്ലെങ്കിൽ സത്യമാർഗം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത നാഥൻ, ആ നാഥൻ പഠിപ്പിച്ച വചനങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷമുള്ള ലോകത്തെ മനുഷ്യർക്ക് മോക്ഷം ലഭിക്കാനുള്ള സത്യം. ആ സത്യം, മരണാനന്തര ജീവിതത്തിൽ ഉപകാരം ലഭിക്കുന്ന സത്യം പ്രപഞ്ചനാഥനിൽ നിന്ന് വന്ന സത്യമാണ്. ആ സത്യം, അതാണ് ദിവ്യ വെളിപാടുകൾ എന്ന് നമ്മൾ പറയുന്നത്. അത് ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർക്കാണ് ലഭിച്ചത്. അവർക്ക് ലഭിച്ച വേദഗ്രന്ഥങ്ങളും ആ സത്യം വിശദീകരിക്കുന്നതാണ്. അവസാനമായി വന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന് ലഭിച്ച വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനും ആ ഖുർആനിന്റെ പ്രായോഗിക വിശദീകരണമായ സുന്നത്തുമാണ് മരണാനന്തര ജീവിതത്തിലേക്ക് വഴി കാണിക്കുന്ന, സത്യമതത്തിലേക്ക് ആളുകളെ തിരിച്ചുവിടുന്ന അവസാനത്തെ വേദഗ്രന്ഥം. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകത്ത് മോക്ഷം ലഭിക്കുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ പഠിപ്പിച്ച പ്രവാചകന്മാരിൽ അവസാനത്തതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ്. അതല്ലാതെ ബാക്കിയുള്ള ഏതൊക്കെ സത്യങ്ങളായി ആളുകൾ അവതരിപ്പിക്കുന്നുണ്ടോ ആ സത്യങ്ങളൊക്കെ ഏതെങ്കിലും സമയങ്ങളിൽ തകർന്ന് തരിപ്പണമാകുന്ന ചില കുമിളകൾ മാത്രമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു ആദ്യമായി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചത്. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ വെച്ചിട്ട് അള്ളാഹു നമുക്ക് സ്വർഗവും നരകമൊക്കെ വിധിക്കുന്നതിലുള്ള യുക്തി എന്താണ്? അതുപോലെ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞു ഖലീഫ എന്നതിനുള്ള വിശാലമായ അർത്ഥം എന്ന് പറയുന്നത് സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാനുള്ള അനുമതി നൽകിയ വിഭാഗം എന്നുള്ള രീതിയിലാണ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏത് രീതിയിലുള്ള സ്വാതന്ത്ര്യമാണ് ലഭിച്ചിട്ടുള്ളതെന്ന് അറിയാം. സാധാരണയായി ഇത്തരം പ്രോഗ്രാമുകളിൽ ഉന്നയിക്കപ്പെടാറുള്ള ഒരു സംശയമാണ് ബഹുമാനനായ സഹോദരൻ ആവർത്തിച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞ സമയത്ത് ഖലീഫ എന്ന അറബി പദത്തിന്റെ അർത്ഥ പരിധി വിശാലമാണ് എന്നും അവിടെ മനുഷ്യൻ സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വം നൽകപ്പെട്ട ഒരു സവിശേഷമായ ജീവിയാണ് എന്ന ആശയം ആ പദം ദ്യോതിപ്പിക്കുന്നുണ്ട് എന്നും അതുകൊണ്ടുകൂടിയായിരിക്കണം മലക്കുകൾ ആ രീതിയിൽ പ്രതികരിച്ചത് എന്നും സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അതേസമയം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ വിധിയിൽ മുൻകഴിഞ്ഞു പോയതാണ് എന്ന് ചെറിയ പ്രായം മുതൽ മദ്രസകളിൽ വെച്ച് പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ലേ എന്ന അർത്ഥത്തിലാണ് സുഹൃത്തിന്റെ ചോദ്യം ഉണ്ടായിട്ടുള്ളത്. അത് തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. മനുഷ്യൻ ഖലീഫയാണ്. ഖലീഫ എന്ന നിലക്ക് നേരത്തെ ചോദ്യം ഉന്നയിച്ച സമയത്ത് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് എന്നോ അള്ളാഹുവിന്റെ ഖലീഫയാണ് എന്നോ യഥാർത്ഥത്തിൽ ഖുർആനിലോ ഹദീസിലോ ഇല്ല. മറിച്ച് മനുഷ്യനെ അള്ളാഹു ഖലീഫയായി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യന് സവിശേഷമായ ഒരു അസ്തിത്വം നൽകി എന്നാണ് അതിന്റെ അർത്ഥം.
ഞാൻ അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ളൊരു പരാമർശം യഥാർത്ഥത്തിൽ ഖുർആനിലില്ല. ഇവിടെ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി എന്ന് അവിടെ മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവൻ ഭൂമിയിലേക്ക് വന്നുകൊണ്ട് മനുഷ്യരോട് പറഞ്ഞത് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യം ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാനും നന്മയുടെ പാത തെരഞ്ഞെടുക്കുവാനും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനുമാണ്. ഇവിടെ സുഹൃത്ത് പറഞ്ഞ പോലെയാണെങ്കിൽ നബിമാര് വന്നത് മുഴുവൻ വെറുതെയാണ്, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് വെറുതെയാണ്, എല്ലാം വെറുതെയാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അവൻ ഏത് വഴിയിൽ പോകണമെന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. ആ വഴിയിലൂടെയാണ് അവൻ പോവുക. അതുകൊണ്ട് തന്നെ അവനോട് സത്യത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരണം എന്ന് പറയാൻ വേണ്ടി പ്രവാചകന്മാർ നടത്തിയ അധ്വാനങ്ങൾ മുഴുവൻ വൃഥാവിലാണ്. കാരണം അവരെന്തു പറഞ്ഞാലും അവർക്ക് നേരത്തെ നിശ്ചയിക്കപ്പെട്ട മാർഗത്തിലൂടെ മാത്രമേ അവർക്ക് പോകാൻ കഴിയൂ എന്ന രീതിയിലാണ് സംശയം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് അടിസ്ഥാനരഹിതമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും, ശരിയുടെ മാർഗത്തിലൂടെ പോകാനുള്ള സ്വാതന്ത്ര്യവും തെറ്റിന്റെ മാർഗത്തിലൂടെ പോകാനുള്ള സ്വാതന്ത്ര്യവും. ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് പരലോകത്ത് അള്ളാഹു നമ്മളെ വിചാരണ ചെയ്യുന്നത്. ആ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നെങ്കിൽ ആ വിചാരണയ്ക്ക് യാതൊരു അർത്ഥവും ഉണ്ടാകുമായിരുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നിർബന്ധിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ പരലോകത്തെ വിചാരണ ഒരു പ്രഹസനമാണ് എന്ന് പറയേണ്ടി വരും. അവിടെ നമ്മളെ വെറുതെ നരകത്തിലേക്ക് കൊണ്ടുപോയി തള്ളുകയാണ്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മനുഷ്യാസ്തിത്വത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സവിശേഷത തന്നെ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ എന്ത് ചെയ്യുമെന്ന് അള്ളാഹുവിന് അറിയും. നേരത്തെ അറിയുമോ എന്ന ചോദ്യം ഭൂമിയിൽ സംഭവിക്കുന്നതാണ്, സ്ഥലകാല നൈരന്തര്യത്തിനകത്ത് സംഭവിക്കുന്നതാണ്, പ്രപഞ്ചത്തിനകത്ത് സംഭവിക്കുന്നതാണ്. ഞാൻ നേരത്തെ എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു, അള്ളാഹുവിന്റെ അറിവ് എന്ന് പറയുന്നത് കാലനിരപേക്ഷമാണ്. അതിന് ഭൂതം, ഭാവി, വർത്തമാനം തുടങ്ങിയ തലങ്ങളൊന്നുമില്ല. ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. സമയം വളരെ കുറവാണ്, വിശദമായി സംസാരിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ നേരത്തെ അറിയുക എന്ന പ്രയോഗം നടത്തുന്നത് നമ്മുടെ തലച്ചോറ് വെച്ചിട്ടാണ്. കാലബന്ധിതമായ നമ്മുടെ മസ്തിഷ്കം ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ഒരു പ്രയോഗം. ആ പ്രയോഗത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു അർത്ഥവുമില്ല. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ, നേരം വൈകി തുടങ്ങിയ പ്രയോഗങ്ങൾ അപ്രസക്തമാണ്. കാരണം അള്ളാഹു കാലത്തിന് പുറത്താണ്, കാലത്തിന് അതീതനാണ്. അള്ളാഹുവിന്റെ അറിവ് സമ്പൂർണവുമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലച്ചോറ് കാലത്തിനകത്ത് തളക്കപ്പെട്ടതിനായതിനാൽ നമ്മുടെ അറിവ് സമ്പൂർണമല്ല, കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. നമ്മൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയാത്തൊരു കാര്യം, ആ അറിയാത്ത കാര്യം എനിക്ക് നാളെ അറിയാൻ കഴിയുന്നു. എന്റെ അറിവ് വർദ്ധിക്കുന്നു, എന്റെ അറിവ് വർദ്ധമാനമാണ്. എനിക്ക് ഇന്നലെ അറിയുന്ന ഒരു കാര്യം അത് ഞാൻ ഇന്ന് മറന്നുപോകുന്നു, എന്റെ അറിവ് കുറയുന്നു. അവിടെ എന്റെ അറിവ് ക്ഷയോന്മുഖമാണ്. അവിടെ കാലത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്തോറും കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മുടെ അറിവിനുള്ളത്. അള്ളാഹു അങ്ങനെയായാൽ പിന്നെ അള്ളാഹുവിനെ അള്ളാഹു എന്ന് വിളിക്കുന്നതിൽ എന്താണ് അർത്ഥം? നമ്മളെ പോലെ തന്നെ ഇന്നലെ അറിയാത്തൊരു കാര്യം അള്ളാഹ്ക്ക് നാളെ അറിയുന്നു, നാളെ അറിയുമ്പോൾ അള്ളാഹിന്റെ അറിവ് കൂടുന്നു എന്ന് പറഞ്ഞാൽ നമ്മളും അള്ളാഹുവും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയൂ. അള്ളാഹുവും അതുപോലെയാണെന്ന് വന്നാലോ? ഒരു കാര്യം നടന്നാൽ മാത്രമേ പടച്ചോൻക്ക് അതിനെ കുറിച്ച് അറിയാൻ കഴിയൂ, അതിന്റെ മുന്നേ അള്ളാഹ് അത് അറിയൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു സർവശക്തനും സർവജ്ഞനുമാണ് എന്ന് പറയുന്നതിന് പിന്നെ എന്തർത്ഥമാണ് ഉണ്ടാവുക? അതുകൊണ്ട് തന്നെ അത് അസംഭവ്യമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നടക്കുമ്പോൾ മാത്രം അറിയുക എന്നത്, ആ സമയമെത്തുമ്പോൾ മാത്രം അറിയുക എന്ന കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അറിവ് സമ്പൂർണമാണ്. നടന്നതും നടക്കാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങൾ കൃത്യമായി സ്ഫുടമായി അള്ളാഹുവിന്റെ അറിവിലുള്ളതാണ്. ആ അറിവ് വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നില്ല, അത് പരിപൂർണമാണ്, 100% എപ്പോഴും. നമ്മൾ സാധാരണ പറയും ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു ഇല ഇന്ന സെക്കൻഡിൽ വീഴും എന്ന് അള്ളാഹ്ക്ക് അറിയും.
അത് നമ്മളത് വീഴുമ്പോഴാണ് അറിയുന്നത്. പടച്ചോനെ സംബന്ധിച്ചിടത്തോളം അത് വീഴുക എന്ന് പറയുന്ന സംഭവം നമ്മുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ അള്ളാഹു അറിയൂ എന്ന് പറയാൻ പടച്ചവനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾക്കും കഴിയില്ല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അറിവിൽ അത് ആദ്യമേ ഉള്ളതാണ്. ഞാൻ ഈ ആദ്യം പിന്നെ തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ നമ്മളുമായി മാത്രം ബന്ധപ്പെട്ട പ്രയോഗങ്ങളാണ്. പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ആദ്യം പിന്നെ ഇപ്പം മുമ്പ് എന്നുള്ള പ്രയോഗങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല. കാരണം നമ്മുടെ തലച്ചോറ് മുഴുവൻ കാലത്തിന്റെ ടേംസിലാണ് സംസാരിക്കുന്നത്. ആ കാലനിരപേക്ഷമായ ഒരു അറിവിനെ കുറിച്ച് നമ്മുടെ തലച്ചോറ് കൊണ്ട് നമ്മൾക്ക് ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് അള്ളാഹുവിന് തീർച്ചയായും അറിയും. ആ അറിവ് അള്ളാഹു രേഖപ്പെടുത്തുന്നതിന്റെ പേരാണ് വിധി. അങ്ങനെ അള്ളാഹു രേഖപ്പെടുത്തുന്നത് കൊണ്ടല്ല നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹ്ക്ക് അത് അറിയാന്നുള്ളതുകൊണ്ടല്ല നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും എന്ന് അള്ളാഹുവിന് അറിയും എന്ന് മാത്രമേ ഉള്ളൂ. നന്മയും തിന്മയും ചെയ്യാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെ ഉപയോഗിക്കും എന്ന് അള്ളാഹുവിന് അറിയാം. എന്നാൽ അള്ളാഹു നിർബന്ധിച്ചത് കൊണ്ടോ അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ടോ അല്ല നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ വിഷയം മനസ്സിലാക്കാൻ കഴിയൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകി. ആ സ്വാതന്ത്ര്യം ഏത് രൂപത്തിലാണ് വിനിയോഗിക്കപ്പെടുക എന്ന് അള്ളാഹുവിന് അറിയാം. പക്ഷേ ആ അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ ഒരു നിർബന്ധമായി ഒരിക്കലും കടന്നു വരുന്നില്ല. അള്ളാഹുവിന്റെ അറിവ് നമ്മൾ ജനിക്കുന്ന സമയത്ത് രേഖപ്പെടുത്തപ്പെടുന്ന ഒരു പ്രക്രിയയുണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ രേഖീകരണ പ്രക്രിയയെയാണ് അള്ളാഹുവിന്റെ വിധി എന്ന് നമ്മൾ വിളിക്കുന്നത്. അവിടെ അള്ളാഹു അത് അറിഞ്ഞതുകൊണ്ടോ അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയത് കൊണ്ടോ അല്ല നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടു തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു അതിന് നമുക്ക് ശിക്ഷ നൽകുന്നതും പ്രതിഫലം നൽകുന്നതും. അതല്ലായിരുന്നെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ കുറെ കളിപ്പാട്ടങ്ങളാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത് എന്നതാണ് സത്യം. സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലകളിൽ ഇപ്പോ നമ്മളെപ്പോ മരിക്കുന്നുള്ളത് അള്ളാന്റെ തീരുമാനമാണ്. അതിൽ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ തീരുമാനമാണ്. പക്ഷേ നന്മയും തിന്മയും ചെയ്യുന്നിടത്ത് അള്ളാഹുവിന്റെ നിർബന്ധമുണ്ടാകുന്നില്ല. അള്ളാഹു നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുകയല്ല, നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും എന്ന കാര്യം അള്ളാഹുവിന് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. ആ അറിവ് രേഖപ്പെടുത്തപ്പെടുന്നതിന്റെ പേരാണ് വിധി എന്നത്. ആ വിധി ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമല്ല എന്നതാണ് സത്യം. വളരെ ആഴത്തിൽ നമ്മൾ അപഗ്രഥിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് അങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ. അസ്സലാമു അലൈക്കും. അൽ ബഖറയിൽ ഒരായത്ത് ഇന്നല്ലദീന ആമനു അല്ലദീന ഹാദു വന്നസാറ വസാബിൻ എന്ന് തുടങ്ങുന്ന ആയത്തില് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരോ യഹൂദികളോ ക്രിസ്ത്യാനികളോ മജൂസികളോ സാബികളോ ആരാവട്ടെ അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർക്ക് അവന്റെ നാഥന്റെ അടുക്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർ ദുഃഖിക്കേണ്ടി വരികയില്ല, അവർ ഭയപ്പെടേണ്ടി വരികയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ഏകദൈവ ആരാധകരായ അന്യമത വിശ്വാസികൾക്ക്, ഏകദൈവ ആരാധകരും ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ള അന്യമതസ്ഥർക്ക് ഖിയാമത്ത് നാളിൽ അക്ഷരയിലുള്ള പ്രതിഫലത്തെ കുറിച്ചിട്ട്. പിന്നെ ഒരു ചോദ്യം, ഹിദർ നബിയുമായിട്ട് സഹോദരന്റെ ചോദ്യം, സൂറത്തുൽ ബഖറയിലെ ഒരായത്തിൽ വേദക്കാരാണെങ്കിലും ക്രിസ്ത്യാനികളും സാബികളും ഇങ്ങനെ വ്യത്യസ്ത മതവിശ്വാസികൾ അവരെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ അവർക്ക് അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അവർ മുസ്ലിങ്ങളല്ലെങ്കിലും അത് എങ്ങനെയാണ് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെയാണ് ആ കാര്യം ആ വചനത്തിലൂടെ വിശദീകരിച്ചിട്ടുള്ളത്. അഥവാ ക്രിസ്ത്യാനികളാണെങ്കിലും സാബികളാണെങ്കിലും മറ്റുള്ള ഏത് മതവിശ്വാസികളാണെങ്കിലും അവർക്ക് പരലോകത്തിൽ പുണ്യം ലഭിക്കുവാനുള്ള മാനദണ്ഡമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒന്നാമതായി അവർ അള്ളാഹുവിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്.
അള്ളാഹുൽ വിശ്വസിക്കണം എന്ന് ഖുർആൻ പറഞ്ഞത് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണമെന്നല്ല, അല്ലെങ്കിൽ കേവലം അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ഏതെങ്കിലും വിശേഷണങ്ങൾ മാത്രം അംഗീകരിക്കുകയും ചെയ്യലല്ല അള്ളാഹുവിലുള്ള വിശ്വാസം എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നപ്പോ ആ കാലഘട്ടത്തിൽ അവിടെ വേദക്കാരുണ്ട്, ആ കാലഘട്ടത്തിൽ അവിടെ ബഹുദൈവ വിശ്വാസികളുണ്ട്. ആ വേദക്കാരും ബഹുദൈവ വിശ്വാസികളുമൊക്കെ അവർ അള്ളാഹുവിനെ അംഗീകരിച്ച ആളുകളായിരുന്നു, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളുകളായിരുന്നു. ബഹുദൈവ വിശ്വാസികളോട് പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 89 വരെയുള്ള വചനങ്ങളിൽ അവരുടെ വിശ്വാസത്തെ ഖുർആൻ സൂചിപ്പിച്ചത് ഖുൽ ലിമനിൽ അർളു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ സയഖൂലൂന ലില്ലാഹ് ഖുൽ അഫലാ തദക്കറൂൻ ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്അ വറബ്ബുൽ അർശിൽ അളീം സയഖൂലൂന ലില്ലാഹ് ഖുൽ അഫലാ തത്തഖൂൻ ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ സയഖൂലൂന ലില്ലാഹ് ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ. പ്രവാചകരെ ചോദിക്കൂ, ഭൂമിയിലും അതിനിടയിലുള്ളതുമെല്ലാം ആരുടേതാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന്. അവരോട് ചോദിക്കുന്ന ആരാണ് 7 ആകാശങ്ങളുടെ രക്ഷിതാവും സ്രഷ്ടാവും അതേപോലെ തന്നെ മഹത്തായ സിംഹാസനത്തിന്റെ അധിപനും ആരാണ് എന്ന് ചോദിച്ചാൽ അതും പറയും, അതിനും അവർ പറയും അത് അള്ളയാണ് എന്ന്. അവരോട് ചോദിക്കൂ പ്രവാചകരെ, ആരാണ് ഈ പ്രപഞ്ചത്തിൽ ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ, ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യം ഒരുവന്റെ കയ്യിലാണ്, അവനാണ് എല്ലാവർക്കും അഭയം നൽകുന്നവൻ, അവനെതിരിൽ അഭയം നൽകുവാൻ ഒരാളും തന്നെയില്ല, അങ്ങനെയുള്ളവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് എന്ന്. പിന്നെ എങ്ങനെയാണ് അവർ മായാവലയത്തിൽ പെട്ടുപോയത് എന്ന്. അഥവാ ഈ വിശ്വാസമുള്ള ആളുകളെ പോലും അവർക്ക് അള്ളാഹുവിലുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസം അവരുടെ ഹൃദയത്തിലേക്ക് ചെന്നിട്ടില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് അവരെ ഇസ്ലാമിലേക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അപ്പൊ ഏത് മതവിശ്വാസികളാണെങ്കിലും അവർ അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം അള്ളാഹു ഈ ലോകത്തിന്റെ സെറ്റാവാണ് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം അള്ളാഹു ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവനാണ് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം അള്ളാഹുവിന് മുന്നിൽ മാത്രമാണ് ആരാധനകൾ സമർപ്പിക്കേണ്ടത് എന്ന് ഏകനായ ദൈവത്തിന് മുന്നിൽ മാത്രമായിരിക്കണം ആരാധനകൾ സമർപ്പിക്കേണ്ടത് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം ഒരാളിൽ ഉണ്ടാകുമ്പോഴാണ് അയാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ് എന്ന് പറയുന്നത്. അത് അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പിന്നെ ത്രിയേകത്വ വിശ്വാസത്തിലേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ആരാധിക്കുവാൻ കഴിയില്ല. അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പ്രപഞ്ചനാഥന് മുന്നിലല്ലാതെ സാഷ്ടാംഗം നമിക്കുവാൻ കഴിയില്ല. അങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസമുള്ള ഒരാൾക്ക് അള്ളാഹുവിലല്ലാതെ തന്റെ സങ്കടങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിയില്ല. ആ രൂപത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസം ആരിലൊക്കെയുണ്ടോ അതോടൊപ്പം തന്നെ അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ഈ ലോകത്തോടുകൂടെ ഈ ലോകം അവസാനിക്കുമെന്നും ഈ ലോകത്തിന്റെ അവസാനത്തോടുകൂടെ മനുഷ്യ ജീവിതം അവസാനിക്കുന്നില്ല എന്നും മരണാനന്തര ലോകത്ത് മറ്റൊരു ജീവിതമുണ്ട് എന്നും പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 185-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഉറൂർ. എല്ലാ ദേഹങ്ങളും മരണം അനുഭവിക്കും, മരണം ആസ്വദിക്കുമെന്നും മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുന്നില്ല എന്നും മരണാനന്തര ജീവിതത്തിലാണ് ഒരാളുടെ പ്രവർത്തനങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത് എന്നും അവിടെ ആരെല്ലാം നരകത്തെ അകറ്റി നിർത്തി സ്വർഗത്തിൽ പ്രവേശിച്ചുവോ അവനാണ് വിജയി എന്നും ഈ ഐഹികമായ ജീവിതം കബളിപ്പിക്കുന്ന വിഭവം മാത്രമാണ് എന്ന ഇസ്ലാം പഠിപ്പിച്ച മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസം ഒരാളുടെ ഹൃദയത്തിലുണ്ടാകുമ്പോൾ അയാൾക്ക് പിന്നെ പുനർജന്മ വിശ്വാസത്തിൽ മരണത്തിന് ശേഷം പന്നിയുടെയും പട്ടിയുടെയും ചണ്ടാളന്റെയും യോനിയിൽ ഈ ലോകത്ത് തന്നെ ജനിച്ചു വീഴുമെന്ന വേദഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസം ഒരിക്കലും വെച്ചു പുലർത്താൻ അയാൾക്ക് കഴിയില്ല. അതല്ലെങ്കിൽ താൻ ചെയ്ത പാപങ്ങൾക്ക് മരണാനന്തര ജീവിതത്തിൽ ശിക്ഷ ലഭിക്കുമെന്നും താൻ ചെയ്ത സൽക്രമങ്ങൾക്കുള്ള പുണ്യമായി സ്വർഗം ലഭിക്കുമെന്ന വിശ്വാസത്തിന് ഭിന്നമായി താൻ ചെയ്ത പാപങ്ങളെയൊക്കെ സാധൂകരിക്കുന്നതിന് വേണ്ടി യേശു
യേശുക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു എന്നും അതുകൊണ്ട് തന്നെ ഇനി അത്തരം കാര്യങ്ങളിൽ പേടിക്കേണ്ടതില്ല എന്ന രൂപത്തിലുള്ള വിശ്വാസങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള മനുഷ്യരിലേക്ക് വരുന്നില്ല. അഥവാ അള്ളാഹുവിലുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസമുള്ള ആളുകൾ, അതേപോലെ തന്നെ മരണാനന്തര ജീവിതം, ആ ജീവിതത്തിലുള്ള മരണാനന്തര ജീവിതത്തിലുള്ള അന്ത്യദിനത്തിലുള്ള വിശ്വാസമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ വഅമില സ്വാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ. സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് സൽക്കർമ്മം? ഇന്ന് പല ആളുകളും അവർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നല്ല കർമ്മങ്ങളായി ആളുകൾ വിലയിരുത്തുവാനാണ് ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കർമ്മങ്ങളും നല്ലതാകുവാൻ, സൽക്കർമ്മങ്ങളാകുവാൻ അതിനുള്ള നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിലും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ്. അതോടൊപ്പം തന്നെ ആ വിശ്വാസത്തിലുള്ള കർമ്മങ്ങളാണ് സൽക്കർമ്മങ്ങൾ എന്ന പേരിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത്. കർമ്മങ്ങൾ ഒരേ കർമ്മം തന്നെ രണ്ട് രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ ദാനം ചെയ്യുകയാണെങ്കിൽ എന്റെ വിശ്വാസം, ഞാൻ വിചാരിക്കുന്നത് ഞാനിത് നൽകുന്നതിലൂടെ ഞാനൊരു വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് ആളുകൾ വിലയിരുത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ദാനധർമ്മം ചെയ്യുമ്പോൾ അതിന് പുണ്യം ലഭിക്കുന്നതിന് പകരം ശിക്ഷയാണ് ലഭിക്കുക എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അഥവാ ഒന്ന് യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഉണ്ടാകണം, രണ്ടാമത്തത് പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാകണം, മൂന്നാമത്തത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. ഈ വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസവും അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസവും ആ കർമ്മം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യുമ്പോഴുമാണ് ഒരു കർമ്മം സൽക്കർമ്മമാകുന്നതെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം ഉള്ള വ്യക്തി അയാൾ ചെയ്യുന്ന ഈ പറഞ്ഞതുപോലെയുള്ള കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ ഏത് മതവിശ്വാസികൾ ചെയ്യുമ്പോഴും അവർ യഥാർത്ഥത്തിൽ ഏത് മതത്തിന്റെ പേരിൽ അറിയപ്പെട്ടാലും അവർ ദൈവത്തിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരാണ്. ദൈവത്തിന്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കീഴൊതുങ്ങി ജീവിക്കുന്നവരാണ്. അവരെയാണ് സാങ്കേതികമായ ഭാഷയിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അഥവാ യഥാർത്ഥത്തിൽ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, സ്രഷ്ടാവിന് മുന്നിൽ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾക്കാണ് പ്രതിഫലം ലഭിക്കുന്നത്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഏതെങ്കിലും പേരുകളിൽ ആരെങ്കിലും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും നാളെ മരണാനന്തര ജീവിതത്തിൽ പുണ്യമുണ്ട് എന്നല്ല. അതൊരു പക്ഷെ മുസ്ലിം പേരുകളായിരിക്കാം, അതല്ലെങ്കിൽ അല്ലാത്ത വിഭാഗങ്ങളുടെ പേരുകളായിരിക്കാം. ഏത് പേരാണ് എന്നതല്ല പ്രശ്നം, മറിച്ച് അവരുടെ വിശ്വാസവും കർമ്മങ്ങളുമാണ് പ്രശ്നം. അതിനെ പരിഗണിച്ചുകൊണ്ടാണ് പുണ്യവും ശിക്ഷയും ഒക്കെ ലഭിക്കുന്നത്. എന്നിട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. നിച്ച് ഓഫ് ട്രൂത്ത് പ്രസിദ്ധീകരണമായ സ്നേഹസംവാദം വഴിചേരാനുള്ള സൗകര്യം അവിടെ കൗണ്ടറിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടിയും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ലൈബ്രറികൾക്ക് വേണ്ടിയും നമുക്ക് വരിചേരാവുന്നതാണ്. ആ സൗകര്യത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ ഇത്തരത്തിലുള്ള പ്രബോധന സംരംഭങ്ങൾക്ക് നിച്ച് ഓഫ് ട്രൂത്തിന് എന്നും ഊർജം പകർന്നിരുന്ന ബഹുമാന്യനായ KNM ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി ഇന്നലെ മരിച്ച വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ പരലോക മോക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പടച്ചതമ്പുരാൻ അദ്ദേഹത്തിന്റെ പരലോക ജീവിതം അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ സാഹിബ് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. AP-യുടെ മരണകാരണവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ഉണ്ടാവേണ്ടതുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് എന്നുകൂടി അറിയിക്കുന്നു. നമ്മുടെ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഇവിടെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വിഷയാവതരണം നടത്തിയ ബഹുമാന്യനായ സഹോദരൻ ഷെരീഫ് മേലേതലിന് നന്ദി അറിയിക്കുന്നു. ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ബഹുമാന്യരായ സഹോദരങ്ങൾ മുസ്തഫ തൻവീർ, സുബൈർ പിടിയേക്കൽ, ആദിൽ ലത്തീഫ് സലാഹി, എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇവിടെ ഈ പരിപാടിയിൽ സംബന്ധിച്ച് തങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുവാനും വന്നിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും രക്ഷിതാക്കൾക്കും നിച്ച് ഓഫ് ട്രൂത്തിന്റെ പേരിൽ അഗൈതവമായ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹസംവാദം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ,
മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും. പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ. ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക. ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്. ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി. പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി. പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ. ഖുർആൻ പരിഭാഷാ വിതരണം. നാദ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ.